ആരുടെയോ തലോടൽ അറിഞ്ഞായിരുന്നു അഗ്നിത കണ്ണു തുറന്നത്. വല്ലാത്തൊരാശ്വാസം അവൾക്ക് ആ തലോടലിൽ അനുഭവപ്പെട്ടു. ആദ്യ സ്വപ്നമാണെന്ന് കരുതിയവൾ പിന്നീട് ഇത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ വേളയിൽ കണ്ണുകൾ വലിച്ചു തുറന്നു. തൻ്റെ കൺമുന്നിലുള്ള വ്യക്തിയെ അവൾ ഞെട്ടലോടെയാണ് നോക്കിയത്. അമ്മ, അമ്മ! കൺമുന്നിൽ കാണുന്നവരെ വിശ്വസിക്കാനാവാതെ വിതിമ്പിക്കൊണ്ടവൾ തൻ്റെ മുന്നിലിരിക്കുന്ന സ്ത്രീയെ കെട്ടിപ്പിടിച്ചു. മോളെ, എന്തിനാ എൻ്റെ കുട്ടി ആരോടൊന്നും പറയാതെ ഒറ്റയ്ക്കെല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ? ഒന്നും അറിഞ്ഞില്ലല്ലോ ഞങ്ങൾ. അമ്മ! അവൾ അവളുടെ നെഞ്ചിൽ നിന്നും തലയുയർത്താതെ അവർ വിളിച്ചു. എല്ലാം ഇട്ടറിഞ്ഞ് അന്ന് വന്നതിന് ശേഷം ഇന്നാണ് തമ്മിൽ പരസ്പരം കാണുന്നത്. ആ ശബ്ദമൊന്ന് കേൾക്കുന്നത് തന്നെ. കരയല്ലേ മോളെ, ഞങ്ങൾ വന്നില്ലേ, പിന്നെ എന്തിനാ എൻ്റെ കുട്ടി സങ്കടപ്പെടുന്നേ? അച്ഛനും വന്നിട്ടുണ്ടോ? പിന്നെ വരാതെ. എത്ര നാളായി ഞങ്ങൾ നിന്നെ കണ്ടിട്ട്. ഉള്ളം കൊതിക്കായിരുന്നു നിന്റെ അരികിലേക്ക് ഓടി വരാൻ. നീ വേണ്ടെന്ന് വെച്ചെങ്കിലും ഞങ്ങൾക്ക് നിന്നെ തള്ളിക്കളയാനോ മറക്കാനോ പറ്റുമോ? നീ ഞങ്ങളുടെ മോളല്ലേ. അവരുടെ ഓരോ വാക്കുകൾക്ക് മുന്നിലും തല കുനിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നുള്ളൂ. എൻ്റെ കുട്ടി ഇപ്പം അത് ആലോചിച്ച് വിഷമിക്കണ്ട. എല്ലാ അമ്മക്കും അച്ഛനും അറിയാം. അന്നത്തെ നിന്റെ സാഹചര്യം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നിനക്കെല്ലാം ഞങ്ങളോട് പറയായിരുന്നു. ഞങ്ങൾ അന്യരായിരുന്നില്ലല്ലോ നിനക്ക്. അതിൻ്റെ സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അമ്മ, അത് ഞാൻ. രാധികേ, ആ മോളുണർന്നോ? അച്ഛാ. മോളെ, സുഖാണോ മോൾക്ക്? അച്ഛാ. അവൾ കരഞ്ഞുകൊണ്ട് അയാളെ കെട്ടിപ്പിടിച്ചു. എന്തിനാ അച്ഛൻ്റെ കുട്ടി കരയണേ? ഈ സമയത്ത് ഇങ്ങനെ കരയാൻ പാടില്ല. എന്നെ ഇങ്ങനെ സ്നേഹിക്കല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി? ഒന്ന് തല്ലുകയോ ചീത്ത പറയലും ചെയ്യേ. എന്തിനാ ഞങ്ങൾ നിന്നെ ചീത്ത പറയുന്നേ? ഇത്രയും കാലത്തിനിടക്ക് നിന്നെ ഞങ്ങളൊന്ന് നുള്ളി നോവിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ മോളെ? നിന്നെ ഞങ്ങൾ തല്ലേ, അതിന് ഞങ്ങൾക്കാവുമ്പോ മോളെ? നിന്നെ തല്ലിയാ നോവുന്നത് ഞങ്ങൾക്ക് തന്നെയല്ലേ? നിങ്ങൾക്ക് എന്നോടൊരു ദേഷ്യവും തോന്നില്ലേ? മക്കളെ ജീവനായി കരുതുന്നവരോട് ദേഷ്യവും വെറുപ്പും ഒരു അച്ഛനമ്മക്കും തോന്നില്ല മോളെ. പിന്നെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുട്ടിയെ. അവൾക്ക് അവരുടെ സ്നേഹത്തിനെ പറ്റി ഓർത്തതും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവരെ കണ്ടതിലുള്ള മതിയായി സന്തോഷിക്കുന്നുണ്ടെങ്കിലും അവരെ കാണുന്തോറും അവൾക്ക് കുറ്റബോധത്താൽ അവരെ തലയുയർത്തി നോക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഇരുവശവുമായി അച്ഛനും അമ്മയും ഇരുന്ന് അവൾ ആസ്വദിപ്പിച്ചു. മോളെ, എഴുന്നേറ്റ് ഫ്രഷായി വാ, ഞങ്ങൾ ഹാളിലുണ്ടാവും. അവളുടെ നെറുകയിൽ തലോടി അമ്മ പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു. വാഷ്റൂമിലേക്ക് പോകാനായി എഴുന്നേറ്റപ്പോഴാണ് നിന്റെ ഡോറിൽ ചാരി നിൽക്കുന്ന റാമിനെ കണ്ടത്. അവനെ കണ്ടതും പതിവ് പോലെ അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു. അത് കണ്ട റാമിൻ്റെ മുഖത്ത് സന്തോഷവും പോയിരുന്നു. അവൻ അച്ഛനെയും അമ്മയെയും നോക്കിയതും അവരൊന്നുമില്ലെന്ന രീതിയിൽ കണ്ണടച്ച് കാണിച്ചു. ഇന്നലെ തൻ്റെ നെഞ്ചിലേക്ക് മയങ്ങി വീണവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ മനസ്സിൽ പലതും കണക്ക് കൂട്ടിയിരുന്നു. പിറ്റേന്ന് വരുന്നു പറഞ്ഞ കമലമ്മ രാത്രിയോടെ എത്തിയതും അവളെ കമലമ്മയെ ഏൽപ്പിച്ച് റാം നേരെ പോയത് നിധിയുടെ വീട്ടിലേക്കായിരുന്നു. ഓഫീസിൽ നിന്ന് അവളുടെ അഡ്രസ്സ് തപ്പിയെടുത്ത് അവൻ അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരോട് എന്ത് പറയണമെന്ന് അവനും യാതൊരു ഊഹമില്ലായിരുന്നു. മുറ്റത്ത് കാറ് വന്നു നിന്ന് പരിചയമില്ലാത്ത ആൾ ഇറങ്ങി വന്നത് കണ്ട് അവരുടെ മുഖം ചുളിഞ്ഞിരുന്നു. സീറ്റോട്ടിൽ കയറി സ്വയം അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവരുടെ മിഴികൾ പ്രതീക്ഷയോടെ ചെന്നെത്തിയത് കാറിലേക്കായിരുന്നു. അതെന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നീത വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷവും പ്രതീക്ഷയും വാങ്ങിപ്പോയിരുന്നു. പിന്നീട് അവരോട് കഴിഞ്ഞ 7-8 മാസങ്ങളിൽ നടന്നത് മുഴുവൻ ഒരു തരി പോലും കളവ് ചേർക്കാതെ സ്വയം ന്യായീകരിക്കാതെ പറഞ്ഞു തീർത്തപ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മടക്കി പിടിച്ച തേങ്ങലുകൾക്ക് മുന്നിൽ നിശബ്ദനായിരിക്കാൻ റാമിനായിരുന്നു. ഒരു പാപിയെ പോലെ ചെയ്ത തെറ്റുകൾ അവരോട് ഏറ്റു പറഞ്ഞപ്പോൾ തിരിച്ചവനെ ശാസിക്കുകയോ ശപിക്കുകയോ ചെയ്യാതെ ഒന്ന് മാത്രമായിരുന്നു അവൻ ചോദിച്ചത്: തൻ്റെ മോൾ സുഖമായിരിക്കുന്നു. അതിന് മറുപടിയായി ആ രാത്രിയിൽ തന്നെ അവരെയും കൂട്ടി തിരിച്ച് ഇന്ദ്രനിലയത്തിലേക്ക് പോരുമ്പോൾ റാമിനൊരു അച്ഛനെയും അമ്മയുമാണ് കിട്ടിയത്. ഇന്നേ വരെ താൻ അറിയാത്ത, അനുഭവിക്കാത്ത അവരുടെ സ്നേഹം ആ നിമിഷം മുതൽ അവനും അറിയാൻ തുടങ്ങുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും അഗ്നിത നല്ല മയക്കത്തിലായതുകൊണ്ട് വിളിക്കേണ്ടെന്ന് പറഞ്ഞ് ആരും അവൻ നിർത്തിയില്ല. അവൾ എഴുന്നേൽക്കുന്നത് വരെ ആ അച്ഛനും അമ്മയും അവളുടെ ഇരുവശത്തും ചെന്നിരുന്നു. ഇത്ര കാലത്തിനുള്ളിൽ തൻ്റെ മകൾക്ക് വന്ന മാറ്റങ്ങൾ നോക്കിക്കാണുകയായിരുന്നു അവർ. അവരുടെ ലോകത്തേക്ക് കടന്നു ചെല്ലാതെ റാം ആശ്വാസം തേടിയെത്തിയത് കമലമ്മയുടെ അരികിലേക്കായിരുന്നു. അവനെ തൻ്റെ മടിയിലേക്ക് ചേർത്ത് കിടത്തുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ സങ്കടങ്ങൾ അവൻ ആ മടിയിൽ പെയ്തിറക്കി. ഉള്ളിലെ ഭാരം ഒരു പരിധിവരെ കുറഞ്ഞതും അവനും അറിയാതെ മയങ്ങിപ്പോയിരുന്നു. അഗ്നിതയുടെ അച്ഛൻ വന്ന് നോക്കിയപ്പോൾ റാമൻ നല്ല മയക്കത്തിലായിരുന്നു. കഴിഞ്ഞ 8 മാസത്തെ അവരുടെ ജീവിതത്തെ പറ്റി പിന്നെ പറഞ്ഞത് കമലമ്മയായിരുന്നു. റാമിൻ്റെ കുഞ്ഞിലെ മുതലുള്ള ജീവിതത്തിൽ നിന്ന് തുടങ്ങി മോള് വന്നതിന് ശേഷം വരെയുള്ള അവൻ്റെ ജീവിതത്തെപ്പറ്റി അവർ പറഞ്ഞു നിർത്തി. അവൻ്റെ നല്ലതും ചീത്തയും ഒന്നും തന്നെ മറച്ചു വെക്കാതെ അവർ പറഞ്ഞിരുന്നു. അഗ്നിതയെ പറ്റി പറയുമ്പോൾ അവരുടെ കണ്ണിലെ തിളക്കം മാത്രം മതിയായിരുന്നു അവൾ അവർക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ.
ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ മകളോട് റാം ചെയ്ത പ്രവൃത്തിക്ക് അവനോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ മാറ്റവും അതിനേക്കാൾ ഉപരി തൻ്റെ കാലിൽ വീണ് അവൻ്റെ കണ്ണുനീരും അവനെ കുറ്റപ്പെടുത്താൻ അയാളെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ മകൾ അയാളോട് ക്ഷമിക്കുമോ എന്ന് ആ അച്ഛന് അറിയില്ലായിരുന്നു. ഇന്നലെ രാത്രി റാമിനെ കണ്ട് ഈ നിമിഷം വരെ റാം അതിനെപ്പറ്റി ഒന്നും പറയാത്തത് അയാൾ ശ്രദ്ധിച്ചു. റാം പറഞ്ഞതിൽ നിന്നും ഒത്തിരി മോശമായി തന്നെ അഗ്നിത അവനോട് പെരുമാറിയെന്ന് കമലമ്മയിലൂടെയും മനസ്സിലായിരുന്നു. ആ പെരുമാറ്റമാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. കമലമ്മ ചിരിയോടെയും സന്തോഷത്തോടെയുമാണ് പറഞ്ഞത്. കുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയതും എല്ലാവരും കൂടെ അവളോട് വർത്താനം പറയാൻ തുടങ്ങി. അച്ഛനും അമ്മക്കൊപ്പം രാഘവേട്ടനും കമലമ്മയും കുറച്ച് കഴിഞ്ഞ് ശ്യാമും എത്തിയതും അവളും ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അവളുടെ സന്തോഷം റാമിലും പടർന്നു. അവളുടെ സന്തോഷത്തിൽ പോയി കൈകടത്താതെ അവനും മാറിയിരുന്നതെല്ലാം ആസ്വദിച്ചു. അവളുടെ സന്തോഷം മാത്രം മതിയായിരുന്നു അവന്. റാമിൻ്റെ ഒഴിഞ്ഞുമാറ്റം കണ്ട അച്ഛൻ അവരുടെ ഇടയിലേക്ക് വിളിച്ചുവെങ്കിലും അത് അവൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് കുറച്ച് വാർക്കുകളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി മുറിയിലേക്ക് പോയി. ഇതിനിടയിൽ 3-4 വട്ടം വീട്ടിൽ നിന്ന് വിളി വന്നിരുന്നു. അച്ഛമ്മ തനിച്ചായതുകൊണ്ട് അനിയത്തിയെ കൂട്ടിരുത്തിയായിരുന്നു പോകുന്നത്. നിധിയെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്നുള്ള അവളുടെ ചോദ്യത്തിന് എതിർക്കാൻ അവന് പറ്റുമായിരുന്നില്ല. അവളെ കാണാതിരിക്കാൻ പറ്റില്ലെങ്കിലും അവളുടെ ആവശ്യത്തിന് തലയാട്ടി സമ്മതം അറിയിച്ചതും വേഗം തന്നെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. റാം തന്നെയായിരുന്നു അവരവിടെ കൊണ്ടാക്കിയത്. വീട്ടിലേക്ക് കയറാൻ അവൻ കുറേ നിർബന്ധിച്ചെങ്കിലും അവൻ അതിൽ നിൽക്കാതെ വീട്ടിലേക്ക് തിരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും അവനോടുള്ള പെരുമാറ്റം നിത പുച്ഛത്തോടെയാണ് നോക്കിയത്. എന്തൊക്കെയോ അവനിവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നുള്ള ധാരണയായിരുന്നു അവൾക്ക്. അവളെയും കാത്ത് അവളുടെ അനിയത്തിയും അച്ഛമ്മയും ഇരിപ്പുണ്ടായിരുന്നു അവിടെ. എടി ചേച്ചിയെ! അവളെ കണ്ടതും അനിയത്തി അവളെ വന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും ദിവസം കാണാൻ പറ്റാത്തുള്ള സങ്കടം ആ വിളിയിലുണ്ടായിരുന്നു. അച്ചു, സുഖാണോടി ചേച്ചി? എൻ്റെ ബാവച്ചികൾ എന്ത് പറയുന്നടി? കുറുമ്പുണ്ടോ? അച്ചുവിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അവൾ വെറുതെ ചിരിച്ചു. ഡി ചേച്ചി, നീ വായ തുറന്നേ. എന്താടി പെണ്ണെ, നീ ഇപ്പം അവളുടെ വായി നോക്കാനും തുടങ്ങിയോ? സാധാരണ നീ ആണുങ്ങളെയല്ലേ നോക്കാറ്. ഓ അച്ഛ, ചാളി അടിക്കാതെ, ഇന്നത്തെ കോട്ട തീർന്നു. ചുപ്പുരഹോ, അത് കാര്യാക്കണ്ട. ഈ ഇടയായിട്ട് കുറച്ച് കൂടുതലാ. ചേച്ചി വാ തുറന്നേ. അവളോടായി കൊഞ്ചിക്കൊണ്ട് പറയുന്നവളെ മിഴിച്ചു നോക്കി വായ തുറന്നതും മുഖം അവൾക്ക് നേരെ പിടിച്ച് വായിലേക്ക് നോക്കുന്നത് കണ്ട് എല്ലാവരും അച്ചുവിനെ നോക്കുന്നുണ്ട്. ഡി അച്ചു, നിനക്ക് വട്ടായ പെണ്ണെ? എനിക്ക് വട്ടായതല്ല, എൻ്റെ ചേച്ചിയുടെ നാവ് അവിടെ തന്നെ ഇല്ലെന്ന് നോക്കിയതാ. അതോ ഇവിടേക്ക് പോരുമ്പോൾ അവിടെ വെച്ചാണ് വന്നെന്ന് അറിയാനാ? അല്ല, ഇത്രയും നേരമായി ഇവളൊന്നും മിണ്ടുന്നില്ല. അതാ. നീ എന്താണ് ചേച്ചി ഒന്നും മിണ്ടാത്തേ? വല്ല വൃതത്തിലാണോ? അതോ ചേട്ടനില്ലാത്ത കാരണം വിഷമത്തിലാണോ ചേച്ചി? ചേട്ടൻ പറഞ്ഞു നിന്റെ വലിയ 3 വാവകളാണെന്ന്. അവർ വന്നോട്ടെ, ഞാൻ എൻ്റെ പിള്ളേരും കൂടെ അവിടെ കലക്ക് എൻ്റെ കറവേട്ടാ. അവളുടെ നിർത്താതെയുള്ള സംസാരവും അവളുടെ സന്തോഷം കൊണ്ടുള്ള തുള്ളിച്ചാട്ടവും കണ്ട് ഇതെല്ലാം മറന്ന് ചിരിച്ചു. വാവാസേ, മാമയുടെ ചുന്ദരിമണികളെ, നിങ്ങൾ വന്നിട്ട് വേണം നമുക്കിവിടെ അടിച്ച് പൊളിക്കാൻ. ഇവിടെ കുറെ കിളവൻസും കിളവീസും ഉണ്ട്. അവരൊക്കെ നമുക്ക് ശരിയാക്കണം. നല്ല ഡിസ്റ്റർബാണേ. എന്താ ചെയ്യുക? പാവം മാമയെ ഇവിടെ ബാലവൻ ചെയ്യിപ്പിക്കുക. മാനസികമായ ഇമോഷണൽ ബാക്ക്മെയിൽ തുടങ്ങി നിരന്തര പീഡനങ്ങൾ. എവിടേക്ക് തിരിഞ്ഞാൽ ക്രൂര പീഡനങ്ങൾ മാത്രം. നീതയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് വയറിൽ ചുണ്ട് ചേർത്താണ് പറയുന്നതെങ്കിലും അവളിടയ്ക്ക് ഒളിക്കണ്ടിട്ട് അച്ഛനെയും അമ്മയെയും നോക്കുന്നുണ്ട്. അവരാണെങ്കിൽ അവളെ പല്ലെറുമ്പി നോക്കുന്നുണ്ട്. ഓരോലൊക്കെ കിട്ടിയാ അവരതുകൊണ്ട് അവൾക്ക് നിട്ടുകൊടുത്തേനെ. എണീച്ച് പോയി കുരിപ്പേ, അവളുടെ ഒരു പീഡനം. നീ ഇവിടെ ഒരു പ്ലാവിൽ പറക്കുന്നുണ്ടോടി? എന്നിട്ട് അവളുടെ ഒരു പറച്ചില്. അതിന് ഒന്നുമില്ല മോളെ, നീ അവളെ വിളിച്ച് റൂമിലേക്ക് ചെല്ല്. ഇപ്പം അവൾക്ക് കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ താഴത്തെ റൂമിൽ മതി, മുകളിലേക്ക് പോകണ്ടേട്ടോ. വേണ്ടച്ചാ, ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ പോക്കോളാം. കുറച്ച് നേരത്തെങ്കിലും എനിക്ക് ആ പഴയാക്കിയതേ ആവണം. അത്രയും പറഞ്ഞ് മുത്തശ്ശിയുടെ കവിളിലൊന്ന് മുത്തിക്കൊണ്ട് അവൾ സ്റ്റെയർ കയറിപ്പോയി. ആരുമൊന്നും വേറെ പറഞ്ഞില്ലേലും എല്ലാവർക്കും അവളുടെ അവസ്ഥ മനസ്സിലാക്കാമായിരുന്നു. അവളുടെ മൂടൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അച്ചിവിടെ കിടന്ന് നിൽക്കേണ്ട ചളി മുഴുവൻ അടിച്ചത്. കാലങ്ങൾക്ക് ശേഷമാണ് സത്യത്തിൽ ആ വീട് ഉണർന്നത് തന്നെ എന്ന് വേണം പറയാൻ. നിത പോയതോടുകൂടി വീട് ഉറങ്ങിയതുപോലെയാണ് കമലമ്മക്ക് തോന്നിയത്. റാം വന്നപ്പോഴും ആ മുഖവും ആകെ മങ്ങിയിരുന്നു. അവൻ നേരെ പോയത് നിതയുടെ റൂമിലേക്കായിരുന്നു. അവളുടെ ബെഡിലേക്കാണ് അവൻ നേരെ പോയി വീണത്. നെഞ്ച് തകരുന്നത് പോലെയാണ് അവന് തോന്നിയത്. തൻ്റെ നോട്ടവും അവൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും ഇത്രയും നാൾ തൻ്റെ കൺവരത്തുണ്ടായിരുന്നു അവൾ. ഇപ്പോൾ വീണ്ടും താൻ തനിച്ചായി. ആരോടും ഒന്നും പറയാനില്ലാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇടയ്ക്ക് ധൃതി വിളിച്ചുവെങ്കിലും 1-2 വാക്കിൽ അവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇനി അവൾ എവിടേക്ക് മടങ്ങി വരുമെന്നുള്ള ആശങ്കയും അവനിലുണ്ടായിരുന്നു. അവളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന മുറിയിൽ നിത തൻ്റെ തൊട്ടരകിലുള്ളതുപോലെയാണ് അവന് തോന്നിയത്. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവിടെ തങ്ങി നിൽക്കുന്ന ഗന്ധം അവൻ സ്വന്തമാക്കി. എടി ചേച്ചിയെ, നീ ഇത് എന്താലോചിച്ചാണ് നിൽപ്പ്? ഞാൻ വന്നത് നീ അറിഞ്ഞായിരുന്നോ? അവളെ തട്ടി വിളിച്ചുകൊണ്ട് അച്ഛൻ അവൾക്ക് അരികിലേക്ക് വന്നു. ഞാൻ കേട്ടില്ല. ഞാൻ വേറെന്തോ ആലോചിച്ച് നിൽപ്പായിരുന്നു. ആരെയാ ആലോചിച്ചേ? ചേട്ടനെയാണോ? അച്ചുമുഖത്ത് നാണം ഫിറ്റ് ചെയ്ത് ചോദിച്ചത് കേട്ട് നീ അവളെ രൂക്ഷമായി നോക്കി തലതിരിച്ചു. ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് അവനോടുള്ള വെറുപ്പിൻ്റെ ആഴം ആർക്കും മനസ്സിലാകാമായിരുന്നു. ചേച്ചിക്ക് ചേട്ടനോട് ഇതുവരെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലല്ലേ? അച്ചു അവളോട് പതിയെ ചോദിച്ചതിന് നിധിയുടെ കയ്യിൽ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല.
ഞാൻ ചുമ്മാ ചോദിച്ചാ ചേച്ചിയെ, എനിക്കറിയാം ചേച്ചിക്ക് പെട്ടെന്നൊന്നും ക്ഷമിക്കാനാവില്ലെന്ന്. പക്ഷേ ചേച്ചിക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നേലും ചേട്ടനോട്? ചേച്ചിയെ മനസ്സിലാക്കാനായിട്ടല്ല ഞാനിത് ചോദിക്കുന്നത്, ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. റാമേട്ടൻ ചെയ്ത തെറ്റ് ഒരിക്കലും നമുക്ക് ക്ഷമിക്കാനാവുന്നതല്ല. പക്ഷേ ഇന്ന് ചേച്ചിക്ക് വേണ്ടിയാ ആ കണ്ണുകൾ നിറയുന്നത്. ചേച്ചിയോട് ചെയ്ത തെറ്റിന് ചേച്ചിയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, കരഞ്ഞ് കാലി വീണ് മാപ്പ് പറഞ്ഞു, അമ്മയുടെയും മുത്തശ്ശിയുടെയും അടുത്തും അതുപോലെ തന്നെ മാപ്പ് പറഞ്ഞു. എന്തിനേറെ എൻ്റെ അടുക്കലേക്കും വന്നതുപോലെ ഞാനതിന് സമ്മതിച്ചില്ല. ചേട്ടൻ ആദ്യം ചേച്ചിയോട് ചെയ്ത കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ കുറേ ദേഷ്യപ്പെട്ടു ചേട്ടനോട്. പക്ഷേ ചേട്ടൻ്റെ സങ്കടം കണ്ടപ്പോൾ നീയും വീണൂലേ അപ്പോൾ അയാളുടെ അഭിനയത്തിൽ? ചേച്ചി ഞാൻ വേണ്ട മോളെ, എല്ലാവരെയും പറഞ്ഞു മയക്കാൻ അയാൾ വലിയവനാ. പക്ഷേ ആരോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും ഞാൻ അയാളോട് ക്ഷമിക്കില്ല. അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഈ ജന്മം എന്നോട് ചെയ്ത് പൊറുക്കാനാവുന്നതല്ല. പറഞ്ഞറിയുന്നതിനേക്കാൾ എത്രയോ ഭീകരമാണ് അനുഭവിക്കുന്നത്. ശരീരവും മനസ്സും ഒരുപോലെ മുറിപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാൻ ആശ്വാസവാക്ക് പറയാൻ ആരില്ലാതെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മോൾക്ക് മനസ്സിലാകില്ല. ചേച്ചി വേണ്ട മോളെ, മറക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്കതിന് സാധിക്കുന്നില്ല. അതിന് പറ്റാത്തടത്തോളം റാമനോട് ക്ഷമിക്കാനും എനിക്കാവില്ല. അച്ചുവിൻ്റെ മുഖത്ത് നോക്കി അത്രയും പറയുമ്പോൾ അവളുടെ വാക്കുകൾ തീർത്തും മുറിച്ചതായിരുന്നു. പിന്നെ ആരും തന്നെ അവളോട് അവനെ പറ്റി സംസാരിക്കാൻ മുതിർന്നില്ല. അവൾ പറഞ്ഞതെല്ലാം മുറിക്ക് വെളിയിൽ നിന്നും അവളുടെ അമ്മയും കേട്ടിരുന്നു. തൻ്റെ മകൾക്ക് സംഭവിച്ച മുറിവിൻ്റെ ആഴം മറ്റാരേക്കാളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ടവർ അവളെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളെ സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ പിന്നെ അവൾ ആരും ചെയ്തിരുന്നില്ല. പിറ്റേന്ന് മുറിയിൽ നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അച്ചു പറഞ്ഞ കാര്യങ്ങളായിരുന്നു കടന്നു വന്നിരുന്നത്. അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ റാം അവരെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അവനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആവാത്തത് തനിക്ക് മാത്രമാണ്. അല്ലെങ്കിലും താൻ മാത്രമേ അയാളുടെ ക്രൂരത നേരിട്ട് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം പിന്നെ ക്ഷമിക്കാൻ തനിക്ക് എങ്ങനെ ആവാനാണ്? ഓരോന്ന് ആലോചിച്ചിരുന്ന അവളുടെ അരികിലൂടെ ആരോ വന്നതറിഞ്ഞാണ് തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിയിരുന്നു. തൻ്റെ തൊട്ടുപിന്നിലായി വരുൺ നിൽക്കുന്നത് കണ്ട് കാലുകൾ കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നി അവൾക്ക്. പക്ഷേ അവൻ്റെ നിറമെഴികൾ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നു അവനുമെല്ലാം അറിഞ്ഞു കാണുമെന്ന്. തനിക്ക് നേരെ തലവിട്ടാതെ നിൽക്കുന്നവന് മുന്നിൽ താൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടപ്പോൾ ഒരു കരച്ചിലോട് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സോറി നിത, എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് താൻ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ, എൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെ ഞാൻ തന്നെ വെറുത്തുപോയി. സ്വയം കുറിച്ച് ഇല്ലാതാവാൻ ശ്രമിക്കുമ്പോഴും നിന്നെ കാണാനോ അന്വേഷിക്കാനോ ഞാൻ ശ്രമിച്ചില്ല. പണത്തിന് പുറകെ പോയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിന്നെ കണ്ടു നിത ഒരു നിമിഷം. സോറി, ഐ എം റിയലി സോറി. തന്നെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. നിലത്ത് മുട്ടുകുത്തിയിരുന്ന കുട്ടികളെ പോലെ പദം പറയുന്ന അവനെ കാണുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു കാലത്ത് തൻ്റെ ജീവൻ്റെ പാതിയായിരുന്നവൻ ഇന്ന് തനിക്ക് അന്യനാണ്. പക്ഷേ അവൻ്റെ സങ്കടം കാണാൻ അവൾക്ക് ആവുമായിരുന്നില്ല. വരുൺ, കരയാതെ എന്നോട് ക്ഷമിക്കുന്നതാ. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ. വരുൺ പ്ലീസ്, നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയല്ലേ. ക്ഷമിക്കാൻ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. എല്ലാം എൻ്റെ വിധിയാ. അത് ഞാൻ അനുഭവിച്ചേ മതിയാകൂ. അതിലെനിക്ക് ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. നിത, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദേഷ്യമോ സങ്കടമോ ഇല്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. എൻ്റെ പേര് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാൻ തയ്യാറായില്ലല്ലോ. ആതിര നല്ല കുട്ടിയാ. അവൾക്ക് വേണ്ടി നല്ലൊരു ജീവിതം തന്നെ വരുൺ കൊടുക്കണം. ഞാൻ ഹാപ്പിയായി ജീവിക്കുമ്പോൾ ഞാൻ കാരണം സങ്കടപ്പെട്ടവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് എനിക്കിഷ്ടം. താൻ ഹാപ്പിയാണോ നിത? എന്തിനാ നീ ഇഷ്ടമില്ലാത്ത ജീവിതം തിരഞ്ഞെടുത്തത്? ഒരു വാക്കെന്നോട് പറയാതില്ല നിനക്ക്? എന്തിനാ വരുൺ പറഞ്ഞിട്ട്? അന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എന്നെ നീ വിശ്വസിക്കുക കൂടെ ഇല്ല. എല്ലാവർക്കും മുന്നിൽ ഞാൻ തരം താണവളാകും. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും സഹതാപെങ്കിലും ഉണ്ട്. അന്ന് ഞാനൊരു ബാധ്യത മാത്രമേ ആകൂ. നീ പോലും അംഗീകരിക്കില്ല എന്നെ. അങ്ങനെ അംഗീകരിക്കുമായിരുന്നെങ്കിൽ നീ എന്നെ സംശയിക്കുമായിരുന്നില്ല. ഇനി അംഗീകരിച്ചാലും എൻ്റെ വയറ്റിൽ രാമൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നുണ്ടെന്ന് അറിഞ്ഞാൽ നിൻ്റെ പ്രതികരണം എന്താവും? എന്നോട് പറഞ്ഞില്ലേലും നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു കരട് തന്നെയായി കിടക്കും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് അന്ന് ഞാൻ ചെയ്തത്. അന്നെല്ലാവരും സങ്കടപ്പെട്ടെങ്കിലും ഇന്നെല്ലാവരും സന്തോഷത്തിലല്ലേ? അപ്പം നീയോ? നിന്റെ സന്തോഷത്തിന് പ്രസക്തിയില്ലേ? കള്ളം പറയാൻ നിൽക്കണമെന്നിതാ. എല്ലാം മറിഞ്ഞു തന്നെയാ ഞാനിതെല്ലാം ചോദിക്കുന്നത്. രാമനെ വന്ന് കണ്ടിരുന്നു. സത്യങ്ങളെല്ലാം മറിഞ്ഞത് ഞാൻ അവനിൽ നിന്നാണ്. ഓഹോ, അപ്പം അവിടെ എത്തി. നല്ലവനാവാനുള്ള ശ്രമത്തിലാണെന്ന് എല്ലാവരെയും കാണിക്കാനാവൂലേ? നിതാ, തനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല വരുൺ. എനിക്ക് അവനോട് ഇന്നല്ല, ഈ ഒരു ജന്മത്തിൽ അതിന് സാധിക്കില്ല. നിതാ, വേണ്ട വരുൺ. റാമനെ ന്യായീകരിക്കാനായി ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട. താനതൊക്കെ വീട്. ആതിരയോട് എന്നെ അന്വേഷണം പറയണം. കല്യാണം ഉണ്ടാവുമോ? ആതിരയെ പറ്റി എങ്ങനെ അറിഞ്ഞു? അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ ആമയെ കണ്ടിരുന്നു. അവളെല്ലാം പറഞ്ഞ്. പിന്നെ കല്യാണത്തിന് എന്നെയും വിളിക്കണം. ഡെലിവറിക്ക് മുന്നേ ആണെങ്കിൽ ഞാൻ എന്തായാലും വരും. അവൾ ചിരിയോടെ പറഞ്ഞ് അവനെ നോക്കി. ആ കണ്ണുകളിൽ നഷ്ടപ്രണയത്തിൻ്റെ തരി നോവ് പോലുമില്ല എന്നവന് മനസ്സിലായി.
പക്ഷേ അവളെ ഒന്ന് മനസ്സിലാക്കാൻ കൂടി തനിക്ക് പറ്റിയില്ലെന്ന് ആലോചിച്ച് അവൻ്റെ ഉള്ളൊന്ന് നീറുന്നുണ്ടെങ്കിലും അവളെ വേദനിപ്പിക്കണമെന്ന് കരുതിയും റാമനോട് അവളോടുള്ള ഇപ്പോഴത്തെ ദേഷ്യം ഇനിയും കൂട്ടണമെന്ന് വിചാരിച്ചു അവൻ പിന്നെ അവളോട് സന്തോഷത്തോടെ സംസാരിച്ചു. ഓരോരുത്തർക്കും റാമനോടുള്ള അപ്രോച്ചിനെ പറ്റിയായിരുന്നു അവളുടെ ചിന്ത. എല്ലാവരുടെയും മനസ്സിൽ റാമന് സ്ഥാനം നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ തൻ്റെ മനസ്സിൽ അവനുള്ള സ്ഥാനം എന്താ? അവനെ പറ്റിയുള്ള ഓരോ നിമിഷവും അവനോടുള്ള വെറുപ്പ് കൂടുന്നതല്ലാതെ ഒരു നിമിഷവും കുറയുന്നില്ല. ഇനി ഇത് കുറയുമോ? ഇല്ല. റാമനോട് ക്ഷമിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാരോ പറയുന്നുണ്ടെങ്കിലും ഓരോ നിമിഷം അവൻ ചെയ്തതാണ് മനസ്സിലേക്ക് തികട്ടി വരുന്നത്. ആലോചിക്കാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവൾ കണ്ണുകൾ ഇറുകിയടച്ച് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. മനസ്സ് ശാന്തമാകാനായി 1-2 ബ്രീത്ത് എക്സസൈസ് ചെയ്ത് മൈൻഡിനെ കൺട്രോൾ ആക്കിയിരുന്നു.